സമൂഹമാധ്യമങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ നടത്തുന്ന വ്യക്തിഹത്യക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊരുങ്ങി വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ. UDF സ്ഥാനാർത്ഥിയും മീഡിയ വിങ്ങും തന്നെ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും ഇലക്ഷൻ അടുത്തതോടെ വ്യാജ ലെറ്റർ പാഡുകളടക്കം നിർമ്മിച്ച മരണവെപ്രാളത്തോടെയാണ് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. വടകരയിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ കെ ശൈലജ ടീച്ചറുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ ആരോപണങ്ങളും വ്യക്തിഹത്യയും വ്യാപകമായിരുന്നു. വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുമായിരുന്നു ഭൂരിഭാഗം പോസ്റ്റുകളും ഉണ്ടായിരുന്നത്. വടകരയിലെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളെ അടക്കം ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരം വ്യാജ സന്ദേശങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ശൈലജ ടീച്ചറുടെ ഒഫീഷ്യൽ പേജുകളുടെ പോസ്റ്റുകൾക്കടിയിൽ വരുന്ന കമന്റുകളിൽ തുടങ്ങി അശ്ലീല വീഡിയോ നിർമ്മാണവും മോർഫ് ചെയ്ത ഫോട്ടോയും സന്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ഇലക്ഷൻ അടുത്തതോടുകൂടി വ്യാജ സന്ദേശങ്ങൾ വീണ്ടും വ്യാപകമായിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ അറിവില്ലാതെ ഇതൊന്നും നടക്കില്ലെന്നും മുൻപും ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ഇതുവരെ നേരിട്ടിട്ടില്ലെന്നും ടീച്ചർ പറഞ്ഞു. ഇതിൽ എൻ്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. എത്ര ചീപ്പായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നോക്കൂ. ഒരു ആത്മീയ നേതാവിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം ആരെ കൊണ്ടെങ്കിലും അങ്ങനെ പറയുമോ? പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ അറിയണം എന്തൊക്കെ വ്യാജ കഥകളാണ് ഉണ്ടാക്കുന്നത് എന്നത്. പ്രമുഖ മാധ്യമങ്ങളുടെ ലോഗോ ഉപയോഗിച്ചുള്ള വാർത്തകൾ മുതൽ സാമുദായിക നേതാക്കളുടെ ലെറ്റർ പാഡുകൾ വരെ വ്യാജ സന്ദേശത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. താൻ തിരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചാണെന്നും വടകരയിലെ കുടുംബങ്ങൾക്ക് തന്നെ അറിയാമെന്നും ടീച്ചർ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യക്തിഹത്യക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിക്കും പോലീസിനും കെ ശൈലജ ടീച്ചർ പരാതി നൽകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.